ഞാനിങ്ങനെ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്തപ്പോൾ ആരോ ഒരാളിട്ട കുറിപ്പിങ്ങനെ ഉണ്ട്. ആളെ പേരൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇൻസൾട്ടാണ് മോനെ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ട് ആയവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുള്ളൂ. ഇത് നല്ലൊരു സ്ട്രൈക്കിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറയാണ്. കാരണം ലോകത്തുള്ള എല്ലാ മാസ്റ്റേഴ്സിനെയും നോക്കിയോ, ഏത് രംഗത്തുള്ള സ്പിരിച്വൽ രംഗത്തായിരുന്നാലും ഭൗതിക രംഗത്തായിരുന്നാലും ഏത് രംഗത്തായിരുന്നാലും മാസ്റ്റേഴ്സ് എല്ലാം ഇൻസൾട്ടുകൾ നേരിട്ടവരാണ്. അപ്പോൾ ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ട്യൂഷൻ. അതിനാണ് എൻ്റെ കറക്റ്റ്. ഞാൻ എപ്പോഴും ക്ലാസ് പറയാറില്ലേ, ഓൾ ദ മാസ്റ്റേഴ്സ് വൺസ് വേർ എ ഡിസാസ്റ്റർ. അവരൊരു ദുരന്തം, ഒരുപാട് കല്ലേറുകളും ആട്ടിയോടിക്കപ്പെടലും ചാട്ടവാടിൻ്റെ അടിയും അങ്ങനെയുള്ള ഒരുപാട് പീഡനങ്ങളും കളിയാക്കപ്പെടലും കൊച്ചാക്കപ്പെടലുകളും ഇകഴ്ത്തപ്പെടലുകളും പുറത്താക്കപ്പെടലുകളൊക്കെ കിട്ടിയവരാണ്. അപ്പോൾ അവരാണ് മഹാന്മാരായി പിന്നീട് മാറിയത്, അല്ലെങ്കിൽ ലോകം അംഗീകരിച്ചത്. സ്വാഭാവികമായിട്ടും നമ്മൾ അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടിൻ്റെയും ബുദ്ധിമുട്ടിന് പിന്നിൽ ഇത്തരത്തിലുള്ള മഹാ ട്യൂഷനുണ്ട്. ആ ട്യൂഷനിലൂടെയുള്ള ഒരുപാട് വളർച്ചയുണ്ട്, ഉയരങ്ങളുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് തിരിച്ചറിഞ്ഞ ആളുകൾ, ഉള്ളിൽ നിന്നും തിരിച്ചറിഞ്ഞ ആളുകൾ വളരെ ക്ഷമയോടെ പക്വതയോടെ മുന്നോട്ട് പോകും. സ്വാഭാവികമായിട്ടും ആ ലക്ഷ്യത്തിലെത്തും. തിരിച്ചറിയാതിരിക്കുമ്പോഴാണ് നമുക്ക് അസഹിഷ്ണുതയും വിദ്വേഷവും വൈരാഗ്യവും വെറുപ്പൊക്കെ ഈ ട്യൂഷൻ നമുക്ക് തരുന്ന, ട്യൂഷൻ എടുക്കുന്ന ആ ടീച്ചറോട് വല്ലാത്ത വെറുപ്പും വിദ്വേഷം വരാൻ കാരണം ഈ അറിവില്ലായ്മയാണ്. എന്നാൽ അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, അയാളാണ് യഥാർത്ഥ ടീച്ചർ, ആ വ്യക്തിയാണ് യഥാർത്ഥ എൻ്റെ ഗുരു, എൻ്റെ മാസ്റ്റർ, എന്നെ ഇടങ്ങാറാക്കുന്ന, എന്നെ വിഷമിപ്പിക്കുന്ന അദ്ദേഹമാണ് യഥാർത്ഥ മാസ്റ്റർ എന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞ നമ്മളൊരു മാസ്റ്ററായി മാറും. ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ ജീവിതത്തിൻ്റെ മാസ്റ്ററെങ്കിലുമായി മാറും, അറ്റ്ലീസ്റ്റ്.